കേരള സർവകലാശാലയിലെ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രഭാഷണം ചട്ടലംഘനമല്ലെന്ന് നോഡൽ ഓഫീസറുടെ റിപ്പോർട്ട് നോഡൽ ഓഫീസർ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, നേരത്തെ തന്നെ ഇത് ചട്ടലംഘനമല്ല, ഒരു പരിപാടിയുടെ ഭാഗമായി മാസാമാസങ്ങളായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ പ്രഭാഷണം മാത്രമാണെന്ന് സർവകലാശാല രജിസ്ട്രാർ തന്നെ റിപ്പോർട്ട് നൽകിയ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ നോഡൽ ഓഫീസറുടെ റിപ്പോർട്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? വിനിഷ, പ്രധാനമായും ഈ മാസം 17-നാണ് കേരള സർവകലാശാലയിൽ സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച പരിപാടി, അതായത് പ്രതിമാസ പ്രഭാഷണ പരമ്പരയിൽ ഈ മാസത്തെ പരിപാടിയിൽ ജോൺ ബ്രിട്ടാസ് എംപി സംസാരിച്ചത്. അതിൽ ജനാധിപത്യം, കടമകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. ആ പ്രഭാഷണമാണ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന് കാട്ടി BJP നേതാക്കളിൽ ചിലർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല രജിസ്ട്രാറോട് ആദ്യം തന്നെ റിപ്പോർട്ട് തേടിയിരുന്നു. സർവകലാശാല രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിൽ ഇതിൽ ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണങ്ങൾ എല്ലാം തന്നെ വിശദീകരിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് എംപിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടുകയും ചെയ്തു. അതിൽ എല്ലാ നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് എംപി വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നോഡൽ ഓഫീസറുടെ റിപ്പോർട്ട് കൂടി തയ്യാറായിരിക്കുന്നത്. നോഡൽ ഓഫീസറുടെ റിപ്പോർട്ടിലും ഈ പരിപാടിയിൽ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഒരു പ്രഭാഷണ പരമ്പര പ്രതിമാസം നടന്നു വരുന്ന പരിപാടിയുടെ ഭാഗമായി നടന്നതാണ്, ഒരു രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഏതായാലും റിപ്പോർട്ട് ഉടൻ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം പുറത്തുവരിക. വിനിഷ. ശരി ഷീജ, കേരള സർവകലാശാലയിലെ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രഭാഷണം ചട്ടലംഘനമല്ലെന്ന നോഡൽ ഓഫീസറുടെ റിപ്പോർട്ട് ഉടൻ നോഡൽ ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.